നമസ്കാരം. ഞാൻ ഇന്നേ റിവേഴ്സ് മോർട്ടേജ് എന്നും പറഞ്ഞിട്ട് ഒരു സ്കീമിനെ കുറിച്ചാണ് പറയണേ കേട്ടോ. ഞാൻ ഇന്ന് കേട്ടതാണ്, അത് നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ്. എനിക്ക് അതൊരു നല്ല സ്കീമല്ല, ഒരു ബാങ്കുകാർ നൽകുന്ന ഒരു വാർദ്ധക്യത്തിലിരിക്കുന്ന റിട്ടയർമെന്റ് കഴിഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത് ആർക്കും തന്നെ അറിയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം അത് ഞാൻ ഇന്നൊരു വീട്ടിൽ, അതായത് കോട്ടയത്തിൽ ആദിത്യപുരം, കുറവിലങ്ങാട് അടുത്തൊരു ആദിത്യപുരം എന്ന് പറയുന്ന സ്ഥലത്തൊരു വീട്ടിൽ ഞങ്ങളിന്ന് കയറിയപ്പം അവിടുന്ന് അമ്പലത്തിൽ പോയതാണ് ഞങ്ങൾ. അപ്പോൾ അവിടെ ഞങ്ങൾക്കൊരു സ്വന്തപ്പെട്ട വീട്ടിൽ കയറിയപ്പോൾ അറിഞ്ഞ സംഭവമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത്. അവിടെ ഒരു പ്രായമായ അച്ഛനും അമ്മയുണ്ട് ഈ വീട്ടിൽ. അവരുടെ മക്കളെല്ലാം വിദേശത്ത്, അമേരിക്കയിലും ഒക്കെയാണ്, അമേരിക്കയിലും യു കെയിലും ഒക്കെയാണ്. രണ്ട് മക്കളേ ഉള്ളൂ, ഒരാൾ യു കെയിലും ഒരാൾ അമേരിക്കയിലും. അപ്പം ഈ മക്കള് നാട്ടിലോട്ട് വരാറേയില്ല, ഈ അച്ഛനെയും അമ്മയും നോക്കാറുമില്ല. അപ്പം ഇവർക്കിടെ സ്വത്ത് മുഴുവൻ, അതായത് വീടും 10 സെന്റ് സ്ഥലവും ഒഴിച്ച് ബാക്കി മുഴുവൻ ഈ മക്കള് അതായത് ഇവരെ വിടാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഈ അച്ഛനും അമ്മയും കൂടെ വിറ്റു. കുറച്ചുണ്ടായിരുന്നത് മക്കൾ വിറ്റിട്ട് അവർ പൈസയും കൊണ്ട് പോവുകയും ചെയ്തു. അപ്പം ഇപ്പോൾ 6-7 വർഷമായിട്ട് ഈ മക്കൾ നാട്ടിലേക്ക് വരാറില്ല. മക്കൾ പറയണത് എന്നാന്ന് വെച്ചാൽ അവരവിടെ വീട് മേടിച്ചു, അവിടെ വണ്ടി മേടിച്ചു. അപ്പം അവർക്ക് അതിൻ്റെതായ ബാധ്യതകളുണ്ട്, അപ്പം അവർക്ക് വരാൻ പറ്റില്ല. ഈ മക്കളെ വിടാൻ വേണ്ടിയിട്ട് ഈ അച്ഛനും അമ്മയും ഒത്തിരി കാശ് മുടക്കിയാണ് വിട്ടെ. അപ്പം ആ ലോൺ ഈ മക്കൾ അടച്ചു തീർത്തിട്ടുണ്ട്. അപ്പം ഈ അച്ഛനും അമ്മയും ഈ നാട്ടിൽ കിടന്നിട്ട് ഇവരിങ്ങനെ കാണാൻ കൊതിച്ചിരിക്കും. പക്ഷെ ഈ മക്കള് വരുന്നില്ല, രണ്ടുപേരും വരുന്നില്ല. അപ്പൊ രണ്ടുപേർക്കും ഓരോരോ കാര്യങ്ങൾ, ഒന്നെങ്കിൽ ഇവരുടെ മക്കളുടെ ഭാര്യമാർക്ക് അവധി കിട്ടാറില്ല, അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞിങ്ങനെ നീട്ടി പോവാ. അപ്പം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം ഈ അച്ഛൻ ഒരു വിദേശത്തായിരുന്നു. അപ്പം അവര് റിട്ടയർഡ് ആയി കഴിഞ്ഞപ്പോൾ അവർക്ക് വേറെ പെൻഷനോ അങ്ങനെയുള്ള ഒന്നുമില്ല. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിൽ പെൻഷനെങ്കിലും കിട്ടുമല്ലോ, ഇവർക്ക് പക്ഷെ പെൻഷനോ അങ്ങനെയുള്ള ഒരു ഇതുമില്ല. അപ്പോൾ ഉണ്ടായിരുന്ന കാശ് മുഴുവൻ മുടക്കി ഒരു വീടുണ്ടാക്കി. ഒരു ഇടത്തരക്കാരാണ്. വലിയ ഹൈ ഫാമിലി ആണെങ്കിൽ അവർക്ക് പിന്നെ പൈസ ഉണ്ടല്ലോ, ഇവർക്ക് അങ്ങനെയില്ല, ഇടത്തരം ഫാമിലിയാണ്. അപ്പൊ ഇവരിങ്ങനെ ഈ വീട്ടില് ഈ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു വേലക്കാരിനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവരിങ്ങനെ ഇരുന്നപ്പം ആരോ പറഞ്ഞ ഒരു സ്കീമിനെ കുറിച്ച് കേട്ടു, ഇങ്ങനെ ബാങ്കിൽ ഉണ്ടെന്ന്, റിവേഴ്സ് മോർട്ടേജ് എന്നും പറഞ്ഞിട്ട് ഒരു സ്കീമുണ്ട് എന്നും പറഞ്ഞ്. സ്കീമല്ലാതെ, അതായത് ബാങ്കുകാർ, നമ്മൾ വീട് പണിയുമ്പം നമുക്ക് ബാങ്കുകാർ പൈസ തരുമ്പം നമ്മളത് തിരിച്ചടക്കണ്ടേ? ഈ പൈസ തിരിച്ചടക്കണ്ട. ഈ പ്രായമായവർക്ക് തരുന്ന പൈസ തിരിച്ചടക്കേണ്ട. അതായത് ഈ പൈസ നമ്മുടെ വീടിന് എത്ര മൂല്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിന് സ്ഥലത്തിന് അത് വെച്ച് അവർ നമുക്കൊരു തുക എല്ലാ മാസവും തന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ കാലശേഷം, ആ അച്ഛൻ്റെ അമ്മയുടെയും കാലശേഷം അത് ആരെയാണോ നോമിനി വെച്ചേക്കണേ അയാൾക്ക് വേണമെങ്കിൽ ആ പൈസ അതിൻ്റെ ഒരു ചെറിയ പലിശയും കൂടെ തിരിച്ചടച്ചിട്ട് ഈ വീട് സ്വന്തമാക്കാം. അല്ലെങ്കിൽ അത് ബാങ്കുകാരെടുക്കും. അങ്ങനെയാണ്. അപ്പം ഇവരിങ്ങനെ പൈസ എടുത്തു. ഇവരെന്നിട്ട് എല്ലാ മാസവും ഇവർക്ക് ഒരു തുക ബാങ്കുകാർ കൊടുത്തോണ്ടിരിക്കുന്നു. ആ പൈസ വെച്ചിട്ട് ഇവര് വേളാങ്കണ്ണിയായി ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളും ഒക്കെ ഇങ്ങനെ രണ്ടുപേരും കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു. ചികിത്സിക്കാനുള്ള പൈസ ഇവർക്കുണ്ട്, ഈ വേലക്കാരിക്കുള്ള പൈസയുണ്ട്. ഇവരിങ്ങനെ രണ്ടുപേരും കൂടെ സന്തോഷത്തോടെയാണ് കഴിയുന്നത്. ആകെ ഒരു വിഷമമുള്ള, ഈ മക്കള് അന്വേഷിക്കുന്നില്ല, മക്കള് വരുന്നില്ല എന്നൊരു വിഷമമുള്ളൂ. എങ്കിലും അവർ പറഞ്ഞു, ഞങ്ങൾ മക്കളുടെ മുമ്പിൽ കൈ നീട്ടണ്ടല്ലോ, പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു വരുമാനം എല്ലാ മാസവും കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് തന്നെയല്ല, നമ്മുടെ നാട്ടിലുള്ള ചില മാതാപിതാക്കളാണ് തൊട്ടടുത്ത ജില്ലയിലെ ഒരു സ്ഥലം പോലും കാണാൻ സാധിക്കില്ല അല്ലേ. അവർക്കൊന്ന് പോകാൻ അവരുടെ ഈ പൈസയോ ഈ മക്കളോട് ചോദിക്കാതെ, അതോ മക്കളുടെ മുഷിപ്പും കേൾക്കണം. അത് തന്നെയല്ല, ഈ എന്തോരം ബുദ്ധിമുട്ടിയായിരിക്കും, മക്കളോട് ചോദിക്കാൻ മടിയുള്ള എന്തോരം കാണും. പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല, ഇത് ഇവരുടെ കയ്യിൽ പൈസയുണ്ട്, ഇവർക്ക് എവിടെ വേണേലും പോകാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ജീവിക്കുക. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പം ഇവരോട് പറഞ്ഞു, നമ്മളിത് ഇങ്ങനെ യൂട്യൂബിൽ കൂടെ പറയട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവരുടെ പേരോ അല്ലെങ്കിൽ അവരെക്കുറിച്ചോ പറയണ്ട, കാരണം മക്കൾക്ക് ഇനി ഇവർ മുഖാന്തരം ഒരു നാണക്കേടോ വല്ലതും ഉണ്ടായെങ്കിലോ എന്ന് ഓർത്തോണ്ട് ഞാൻ അവരുടെ പേര് പറയില്ല. അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. ബാങ്കുകാർ നമുക്കൊരു തുക തരും, എല്ലാ മാസവും കൃത്യമായിട്ട് തന്നുകൊണ്ടിരിക്കുക. ഏതോ ഒരു ദിവസം നമ്മുടെ കാലശേഷം വരെ, നമ്മൾ മരിക്കുന്നവരെ ആ പൈസ അവർ തരും. അത് കഴിയുമ്പം പ്രോപ്പർട്ടി അവരെടുക്കും, ബാങ്കുകാരെടുക്കും. അപ്പോൾ നോമിനി ആരാണോ വെച്ചേക്കുന്നത് അവർക്ക് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് ആ തുക കൊണ്ട് ബാങ്കിൽ അടച്ചിട്ട് അതിൻ്റെ കുറച്ച് പലിശയും കൂടെ അടയ്ക്കുക.
അപ്പോൾ വേണമെങ്കിൽ ബാങ്കുകാർ ഈ വസ്തു ഈ നോമിനിക്ക് കൊടുക്കും, അല്ല എങ്കിൽ ഈ സ്വത്ത് ബാങ്കുകാരെടുക്കും. അങ്ങനെയാണ് അതിൻ്റെ വ്യവസ്ഥ, അങ്ങനെയാണ് എഗ്രിമെൻ്റ് വെച്ചേക്കുന്നത്. അപ്പം ഇവർ ഭയങ്കര സന്തോഷം. എന്നിട്ട് പറയുകയാണ് ഇനിയിപ്പം ഞങ്ങൾക്ക് ആരുടെയും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വേറെ കൂടുതലൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നിങ്ങളിത് യൂട്യൂബിൽ കൂടെ ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെടട്ടെ, ഇങ്ങനെയുള്ളൊരു ഇതൊക്കെ ഉണ്ടെന്ന് നമ്മളെല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞു. അപ്പം അവർ പറയാണ് മക്കൾക്കൊക്കെ അമേരിക്കയിലാണെങ്കിലും അവിടെ മക്കള് കാരണവന്മാരെ നോക്കുന്ന പ്രസ്ഥാനങ്ങളൊന്നുമില്ല ഒരിടത്തും. എവിടെയെങ്കിലും കൊണ്ട് ഏതെങ്കിലും വൃത്തസ്ഥാനം എവിടെയെങ്കിലും പോയി തീരുമല്ലേ. അപ്പം ഞങ്ങൾ ഓർത്തു ഇതാണ് അതിലും നല്ലത്, ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ വീട്ടിൽ കിടക്കാമല്ലോ എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇത് മറ്റുള്ളവർക്ക് ഏതെങ്കിലും വിധത്തിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്നും പറഞ്ഞാണ് ഞങ്ങളോട് ഈ കഥ പറഞ്ഞു കേൾപ്പിച്ചത്. അപ്പം ഞാൻ ഓർത്തു ഇങ്ങനെ റിട്ടയർഡായിട്ട് പെൻഷനൊന്നുമില്ലാത്ത എത്രയോ മാതാപിതാക്കൾ ഇരിപ്പുണ്ടല്ലേ. അവനവൻ്റെ പേര് സ്ഥലമുണ്ടെങ്കിൽ, ബാധ്യതകളൊന്നുമില്ലാത്ത സ്ഥലമുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക. ഇതൊരു നല്ലതാണ് എനിക്കും തോന്നി. കാരണം ഏത് സമയം നമ്മൾ മക്കളെ ബുദ്ധിമുട്ടിക്കേണ്ട, നമ്മളെ അന്വേഷിക്കാത്ത മക്കൾക്ക് നമ്മൾ ഈ സ്വത്തും വെച്ചോണ്ടിരുന്നിട്ട് എന്താ അല്ലേ കാര്യം ഇരിക്കണേ. നമ്മളെ തിരിഞ്ഞു പോലും നോക്കാതെ ഒരു വർഷത്തിൽ പോലും ആ മക്കളെ കാണാൻ വേണ്ടിയിട്ട് എത്ര പ്രാവശ്യം എന്നാ പറയണേ, എത്ര വർഷമായിട്ട് അവർ കാത്തിരിക്കുക എന്നറിയാമോ മക്കളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. 70 വയസ്സായി, ഇതുവരെ അവർക്ക് 6-7 വർഷമായിട്ട് മക്കൾ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആകെ ഒരാഗ്രഹം ഈ മക്കളെ ഒന്ന് കാണണം ഇടയ്ക്കെങ്കിലും, അത് മാത്രമേ ഇവരുടെ ആഗ്രഹമുള്ളൂ. ഇവർക്ക് പറയണ പൈസ ഒന്നും വേണ്ട, ഒരു പൈസ പോലും ഇവർക്ക് വേണ്ട. ഇവർക്ക് ജീവിക്കാനുള്ള എല്ലാം ഇപ്പം അവിടുന്ന് കിട്ടും, ബാങ്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം ആകെ മൊത്തം ഈ മക്കളെ വല്ലപ്പോഴും ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ മക്കൾ പറയണത് അവർക്ക് വരണമെങ്കിൽ ചിലവ് കൂടുതലാണ്, പ്ലെയിൻ ടിക്കറ്റ് കൂടുതലാണ്, അവിടെ വസ്തുവൊക്കെ മേടിച്ചേക്കണോണ്ട് അത് പിന്നെ ലോൺ അടയ്ക്കണം, അങ്ങനെ ഒത്തിരി കാര്യം, വണ്ടി മേടിച്ചുകൊണ്ട് ലോണുണ്ട്, അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റണില്ല, അടുത്ത പ്രാവശ്യമാട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മക്കളിങ്ങനെ ഓരോ പ്രാവശ്യവും നീട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, ഇതാണ് നമ്മുടെ അവസ്ഥ. ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയുക കേട്ടോ. അപ്പം ഞാൻ അറിഞ്ഞപ്പം നിങ്ങൾ അറിഞ്ഞവരൊക്കെ കാണുമായിരിക്കും, എങ്കിലും ഞാൻ അറിഞ്ഞപ്പം ഞാൻ നിങ്ങളോട് അറിയാത്തവരുണ്ടെങ്കിൽ അവരറിഞ്ഞോട്ടെ എന്നോർത്തുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതെനിക്ക് തോന്നി നല്ലത് ഒരു ഇടപാടാണെന്ന് എനിക്ക് തോന്നി. വേണ്ട മക്കൾ കാശ് കൊടുത്തെടുത്തോട്ടേന്നേ ഇല്ലേ, വേണ്ട മക്കൾ പൈസ ബാങ്കിൽ കൊണ്ട് കൊടുത്തിട്ട് അവർ സ്ഥലം എടുത്തോട്ടെ. അതുവരെ അച്ഛനും അമ്മയ്ക്കും സുഭിക്ഷമായിട്ട് ജീവിക്കാൻ പാടില്ലേ. അവർക്ക് എത്ര രൂപ മാസം വരും, അവർക്ക് എവിടെ വേണേലും പോകാം. അവരുടെ എന്നാന്ന് പറഞ്ഞാൽ ഇപ്പം വയസ്സനാം കാലത്ത് അവർക്ക് എന്നാ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണമെങ്കിൽ പറ്റുന്ന ദൂരത്തൊക്കെ യാത്ര ചെയ്യാം, സിനിമയ്ക്ക് പോകണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും തീർത്ഥയാത്ര പോകണമെങ്കിൽ പോകാം, എന്തു വേണേലും അവരുടെ സന്തോഷം അനുസരിച്ച് അവർക്ക് ഇരിക്കാമല്ലോ. അപ്പം അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാമെന്ന് ഓർത്തു. നിങ്ങൾ അറിഞ്ഞവരുണ്ടെങ്കിലും അറിയാത്തവരുണ്ടെങ്കിലും ഇതൊക്കെ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ. ഓക്കെ.